ഇവിടെ ഫൈസൽ മൗലവിയൊക്കെ വഹാബി ആശയം നല്ലോണം തകർത്തി പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം വേറെയാണ്. അപ്പോൾ ഫൈസൽ മതി പറഞ്ഞുകൊണ്ട് പറയാം. പിന്നെ മയ്യത്ത് മരിച്ച ആൾ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. ഫൈസൽ മൗലവി എപ്പോഴും എല്ലാ മുഖാമുത്തിലും പറയുന്നതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയയുടെ ശിഷ്യൻ, ഇബ്നു തൈമിയുടെ മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ലോകത്ത് ആദ്യമായി ഉദ്ധരിച്ച ഒരു പണ്ഡിതൻ ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പറയുന്നത്, വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, മരണപ്പെട്ടവർ ഖബറിന്റെ അടുത്ത് പോയി അവരോട് സലാം പറയുന്നതും അവരോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയുന്നതും എൻ്റെ രോഗം ശിഫിയാകാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതവർ കേൾക്കും എന്നതിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ മുഴുവനും ഇത് ഏക അഭിപ്രായക്കാരാണ്, മരണപ്പെട്ടവർ കേൾക്കും എന്ന വിഷയത്തിൽ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഖത് തവാതറത്തിൽ ആസാറു അൻഹും ബിഅന്നൽ മയ്യിത യഅരിഫു ബിസിയാറത്തിൽ ഹയ്യി ലഹു യസ്തബിശിറു, മരിച്ചവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അത് അവർ അറിയുന്നുണ്ട് എന്നതും അവർ നമ്മെ കൊണ്ട് സന്തോഷിക്കുന്ന വിഷയവും അത് അസറുകളിൽ ഹദീസുകളിലും ബഹുമാനപ്പെട്ട സ്വഹാബികളുടെ വാക്കുകളിലും അത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് പേജുകളോടും തുടർന്ന് പറയുന്നുണ്ട്. ഫൈസൽ മൗലവി വായിക്കാൻ സമ്മതം തരുമെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് വായിച്ചു തരാം. അതോടുകൂടെ നിങ്ങളെ ഈ ആശയം ഒഴിവാകും. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ സ്റ്റേജിൽ നേരത്തെ വിഷയം അവതരിപ്പിക്കുമ്പോൾ കുറേ മുജാഹിദ് മൗലവിമാർ പറഞ്ഞു, ഫയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, മക്ക മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളെ അഥവാ മലക്കുകളുടെ രൂപത്തിലുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പൂജിച്ചുകൊണ്ട് അവർ പറഞ്ഞ വാക്കാണ്, ഇവർ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരാണ്, അതുപോലെയാണ് ഇന്നത്തെ സുന്നികളും ചെയ്യുന്നത് എന്ന് ഇവിടുന്ന് തട്ടിവിട്ടു. അപ്പോൾ എൻ്റെ ചോദ്യം, ഫയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, മലക്കുകളെ കുറിച്ച് മക്ക മുശ്രിക്കുകൾ പറയാണ്, ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ വിശ്വാസമാണോ ശിർക്കായത്? അല്ല അവര് ഇസ്തിഹാസ നടത്തിയപ്പോൾ മലക്കുകളോട് എൻ്റെ രോഗം ശിഫാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മലക്കുകളോട് ഇസ്തിഹാസ നടത്തിയപ്പോഴാണോ ശിർക്ക് വന്നത്? ഇതിനാ മറുപടി കിട്ടും. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഏതായാലും വഹാബി ആശയം തകർക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന് ബേജാറ്. അങ്ങനെ തന്നെ നമ്മളൊക്കെ ഇവിടെ എത്തിയത്, നിങ്ങൾ എത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 8-10 മുഖാമത്തിൽ വന്നതാ ചോദിക്കാൻ. നമ്മളൊക്കെ അങ്ങനെ പോയി വഹാബികളെ തകർക്കാൻ പോയി അവസാനം വഹാബിസം സ്ഥാപിക്കുന്നിടത്തേക്ക് നമുക്ക് പഠിച്ചു ഹിദായത്ത് തന്നു. അൽഹംദുലില്ലാഹ് നിലനിർത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കുറച്ച് മേലെന്നും കുറച്ച് അടിയിൽ കൂടി ഒന്നും നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് സമയം ഇവിടെ ഉണ്ടെങ്കിൽ അനുസരിച്ച് തരാം. നമുക്ക് 10 അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സൗകര്യം അയച്ചെന്നാൽ മതി. എൻ്റെ അമ്പലത്തുണ്ടല്ലോ, നിങ്ങളെ മുന്നേ അടുത്തുണ്ട്. അപ്പോൾ അയച്ചെന്നാൽ മതി, നമ്മൾ നോക്കാമല്ലോ. അപ്പോൾ വസ്സലഫു മുജ്മിഊന അലാ ഹാദാ എന്ന് പറഞ്ഞിട്ട് ഈ വാക്ക് ആരംഭിക്കുന്നല്ലോ. നിങ്ങൾ പറഞ്ഞമാതിരി മുറാദ് ഹാസിലാകാൻ രോഗം ശിഫയാകാനൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുന്ന ഇബ്നു കസീർ പറഞ്ഞതുണ്ടെങ്കിൽ അതൊന്ന് അയച്ച നാളെ. അതല്ല മരിച്ചോല് കേൾക്കുന്ന ഭാഗം തർക്കജലം മുൻകനക്കി അവിടെ വരും, ചോദ്യം ചോദിക്കും, ഉത്തരം പറയും, അവിടെ കേൾവിയുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ദുഃഖമുണ്ട്, അവിടെ കരയും. അതൊക്കെ ഇപ്പം നമുക്ക് ഇത്തിഫാക്കുള്ള കാര്യമല്ലേ. അതേ സമയങ്ങളിൽ ലോകത്തെ എവിടെ നിന്ന് വിളിച്ചാലും ആ വിളി കാണാനും കേൾക്കാനും അറിയാനും അതൊക്കെ ഉത്തരം ചെയ്യാനൊക്കെ കഴിയുന്ന ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വായിക്കാം. എത്ര സമയം നമുക്ക് പ്രശ്നമില്ല. ഇത് സാരും ചോദ്യോത്തരം പറയട്ടെ, ചോദ്യോത്തരം പറയട്ടെ. നിങ്ങളുടെ ചോദ്യം ആണ് നിങ്ങൾ ചോദിച്ചത്, മറ്റൊരു ആമുഖം പറഞ്ഞതല്ലേ. അപ്പൊ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾക്ക് ആവശ്യം. മക്ക മുശ്രിക്കുകൾ മുശ്രിക്കായത് ഈ ഇസ്തിഗാസ ചെയ്തപ്പോഴാണോ അല്ല അതിന്റെ മുമ്പ് തന്നെ ഒരു അഖീദ കൊണ്ട് മുശ്രിക്കാണോ? ഒരു സംശയമില്ല, ഒരു ആദ്യമേ മുശ്രിക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു മുസ്ലിം ആയിട്ടില്ല. ഒരു ചില ആളുകൾ പിന്നെ മുസ്ലിം ആയതിനു ശേഷം പോലും പിന്നെ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. മക്കത്തെ മുശ്രിക്കീങ്ങളായ പലരും പിന്നെ മുസ്ലിമായി മാറി, അപ്പോൾ സ്വഹാബിയായി. പിന്നെ അവരാരും ആ ഇസ്തിഗാസ കൊണ്ട് പോയിട്ടുമില്ല. അതാണ് വ്യത്യാസം. അപ്പൊ മക്കത്തെ മുസ്ലിക്കുകൾ അടിസ്ഥാനപരമായി തന്നെ അവരെ അഖീദ പിഴവാണ്. അള്ളാഹിനെ കുറിച്ചുള്ള അഖീദയിൽ അബദ്ധമുണ്ട്, മലക്കളെ പറ്റിയുള്ള അഖീദയിൽ അബദ്ധമുണ്ട്, അമ്പിയാക്കളെ പറ്റിയുള്ള വിശ്വാസത്തിൽ അബദ്ധമുണ്ട്. അവിടെ വിശ്വാസ മേഖലയിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധം ഉള്ളത് കൊണ്ടാണ് അവർക്ക് റബ്ബല്ലാത്തവരെ ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ, ഇസ്തിഗാസ ചെയ്യാൻ ഒക്കെ അവർക്ക് സാധിച്ചത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞു അത് പറയാൻ പറ്റൂല. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, ഇതെല്ലാം കൂടി ഒന്നാക്കി മാറ്റുകയോ അത് പറ്റൂല എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ യസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അസ്ലിയായി മുസ്ലിമീങ്ങളാണ് ജന്മം കൊണ്ട്, അല്ലെങ്കിൽ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട്. നമ്മളൊക്കെ ഇസ്ലാം ദീന പ്രകാരം ജീവിക്കണമെന്നാണ് നിങ്ങളും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഖുർആൻ നമ്മൾ ഓതാൻ പഠിച്ചു, പക്ഷേ തഫ്സീർ അധികമൊന്നും പഠിച്ചില്ല. ഹദീസുകൾ നമ്മൾ ദേശമൊക്കെ പഠിച്ചു, ഹദീസിന്റെ ആശയങ്ങൾ പഠിച്ചില്ല. അഖീദ പൊതുവെ തീരെ പഠിച്ചിട്ടില്ല.
പഠിച്ചത് തന്നെ അശ്ശരി അഖീദയാണ്. അല്ലാതെ ഇമാം ബുഖാരിയോ ഇമാം അബു ഹനീഫോ ഇമാം അഹമ്മദോ ഇമാം ഷാഫിയോ ഒക്കെ അഖീദ വിഷയത്തിൽ എഴുതിയ അല്ലെങ്കിൽ പഠിപ്പിച്ച അധ്യാപനങ്ങൾ പലപ്പോഴും പഠിക്കാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മിലൊക്കെ കടന്നുകൂടി. അങ്ങനെ വന്ന അബദ്ധമാണ് ഇത്തരം ചെയ്തികൾ നമ്മിലേക്കും വന്നു എന്നുള്ളത്. ഇനി ഈ നാട്ടിൽ ചെയ്യുന്ന പണികൾ അവർ ചെയ്തതിനോട് തുല്യമാണ് എന്ന് ഇവിടെ ഞങ്ങളെ വക പറഞ്ഞതല്ലല്ലോ, മൂസാ സ്വലാഹി സ്വന്തമായി പറഞ്ഞതല്ല. തഫ്സീർ റാസിയിൽ സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് 606 മരണപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. വലലീറുഹു ഫീ ഹാദാ സമാൻ ഇസ്തിഗാലു കസീർ മിൻ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിരി അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്ന ഉലൈക അകാബിരി യകുൻ ശുഫഅഅലഹും ഇൻദല്ലാഹ് എന്ന് തഫ്സീർ റാസിയിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് മൂസാ സ്വലാഹി ഇവിടെ സംസാരിച്ചത്. ഞങ്ങളെ വക പറഞ്ഞതല്ല. അപ്പൊ റാസി റഹിമഹുല്ലാഹ് പറയാണ്, മക്കയിലെ മുസ്ലിക്കുകൾ ചെയ്ത ചെയ്തിയോട് തുല്യമായത് വനലീറുഹു ഫീ ഹാദാ സമാൻ, ഈ കാലത്ത് സമാനമായതുണ്ട് എന്ന്. ഇന്നല്ല, ഹിജ്റ 600കളിൽ. ഇപ്പൊ ഹിജ്റ അടുത്തി 400കളാണ്, 15-ാം നൂറ്റാണ്ടാണ്. ഹിജ്റ 600കളിൽ ഇമാം റാസി പറയാണെന്ത്, അവർ ചെയ്തോട് സമാനമായത് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതെന്താ? മഹാന്മാരുടെ ഖബറുകളെ പലരും ബഹുമാനിക്കുന്നു. എന്താ വിശ്വാസം? അവിടെ പോയി ബഹുമാനിച്ചാൽ ഫഇന്ന ഉലൈകൽ അകാബിർ യകൂനു ശുഫഅഅഹും ഇൻദല്ലാഹ്, അവിടെ പോയി തഅലീം നടത്തിയാൽ, ബഹുമാനം കാണിച്ചാൽ ആ മഹാന്മാർ റബ്ബിന്റെ പക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിൽ ചില ആളുകൾ ചെയ്യുന്നു. അത് അവർ ചെയ്തതിനോട് തുല്യമാണ് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു. അത് ഉദ്ധരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും ഇബ്നു കസീർ റഹിമഹുല്ലാഹയുടെ ഉദ്ധരണിൽ നിന്ന് ലോകത്തെ എവിടുന്ന് വിളിച്ചാലും ആ വിളിയൊക്കെ കേൾക്കാനും കാണാനും അറിയാനും അതേപോലെ മുറാദ് ഹാസിലാക്കാനും ലോകശിഫാക്കാനും എന്ത് വിളിയാവട്ടെ അതൊക്കെ കണ്ടും കേട്ടും പ്രതികരിക്കാനും ഒക്കെ മരിച്ചവർക്ക് കഴിയുമെന്ന് ഇബ്നു കസീർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് വലിയ നിധി കിട്ടിയതുപോലെ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. അതിന്റെ തുടക്കം അവസാനങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടാവും. എന്താ അതിന്റെ തുടക്കം? എന്താണ്? ഒമിനൻ നാസി മങ്കാല. എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ പറഞ്ഞവരുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആളുണ്ട്. ഇത് എന്റെ അഭിപ്രായമല്ല. അതിനെ ഒമിനൻ നാസി മങ്കാൽ. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് ഫഹാദാ കുല്ലുഹാ ബാതിലുൻ, ഇത് മുഴുവനും ബാത്തിലാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ചോദ്യം അല്ല. അപ്പൊ ചോദ്യത്തിലേക്ക് വരാം. പിന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മൂപ്പര് പറയുമ്പോൾ വാങ്ങിയാൽ മതിയല്ല, മൂപ്പര് സമയം തരുന്നുണ്ടല്ലോ. അപ്പോ ഇബ്നു കസീർ റഹിമഹുല്ലാഹിന്റെ ഇബാറത്ത് ഒന്നുകൂടി നിങ്ങൾ വായിക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ പറയാം. പിന്നെ അപ്പൊ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് എന്തിനെ കുറിച്ച്? മേലെന്ന് വായിക്കാൻ. പിന്നെ വസബത അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ മയ്യിത യസ്മഉ ഖറാനിയാലിൽ മുശയ്യിൻ, അതാണ് ചെരുപ്പടിക്കാലിന്റെ ശബ്ദം പോലും കേൾക്കും മയ്യത്ത് എന്ന ഹദീസിനെ ചർച്ച ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അങ്ങനെ തുടർന്നുകൊണ്ട് പറയാണ്, വഹാദാ ഖിതാബുൻ ലിമൻ യസ്മഉ വയഖിലു. ഇത് തുടർന്നുകൊണ്ട് എടി വിട്ട് വായിക്കും. അന്നൽ മയ്യിത്ത് യസ്മഉ ഖറാനിയാൽ മുശയ്യിൻ ലഹു ഇദൻ സറഫു അൻഹു വഖദ് ശറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂരി അൻ യുസല്ലിമു അലൈഹിം സലാമൻ മൻ യുഖാതിബുനഹു ഫയഖൂലു അൽ മുസല്ലിമു അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഹാദാ ഖിതാബു ലിമൻ യസ്മഉ വയഖിലു. ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നവരോടുള്ള ഖിതാബാണ്. അതേ അഭിമുഖം തന്നെയാണ് മരണപ്പെട്ടവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ഇതെങ്ങാനും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ കല്ലിനോട് സലാം പറയുന്നത് പോലെയായി പോകില്ലേ? മരണപ്പെട്ടവർ കേൾക്കും എന്നുള്ളതിന് മേൽ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇജ്മാ ഉള്ള വിഷയമാണ്. അവരിൽ നിന്ന് അസറുകൾ മുതവാത്തിറായി വന്നിട്ടുണ്ട്. എന്ത്? ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അത് മരിച്ചവരെ അറിയുന്നുണ്ട്. ഔലിയാക്കളല്ല, മാത്രമല്ല, ഔലിയാക്കൾ മാത്രമല്ല, സാധാരണക്കാർ പോലും, ഇവിടെയുള്ള മുഴുവൻ ഖബറാളികൾ അടുക്കൽ പോയിട്ടും ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതവർ കേൾക്കുന്നുണ്ട്, അതവർ സന്തോഷിക്കുന്നുണ്ട് എന്നത് സ്വഹാബികളിൽ നിന്ന് മുതവാത്തിറായി വന്നതാണ്. മുതവാത്തിറിനെ ചേകനൂർ പോലും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ മുതവാത്തിറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത്. ചേകനൂർ പോലും മുതവാത്തിർ നിഷേധിച്ചില്ല. അപ്പൊ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇതൊക്കെയാണ്. കുറച്ചും കൂടി അതുകൂടി വായിക്കാം. ഒരു മിനിറ്റ്.
എന്റെ ചോദ്യം മെയിൻ ചോദ്യം നേരത്തത് മലക്കുകളെ കുറിച്ച് മക്ക മുശ്രിക്കുകൾ പറഞ്ഞ ഹൗലായി ശുഫാന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു, അവരുടെ വിശ്വാസം തന്നെ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഞാനും മലക്കുകളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്, എന്ത് ഹൗലായി ശുഫാന ഇൻദല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്യും എന്ന് മുസ്ലിം ആകുന്ന ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ വിശ്വാസം ശിർക്കാണോ തൗഹീദാണോ? ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഏതാനും തഫ്സീർ ഇബ്നു കസീർ എന്തില്ല, ലോകത്തെ എവിടെ വിളിച്ചാലും കേൾക്കുന്നില്ല. അത് വിഷയം പറ, അവിടെ സിയാറത്തേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ് കോട്ടി മാറ്റൽ. ഇപ്പൊ കണ്ടങ്ങൾ നിങ്ങൾ എന്തിനാ അത് വായിച്ചത്? എന്തിനാ വായിച്ചത്? എവിടുന്ന് വിളിച്ചാലും കാണും, കേൾക്കും, അറിയും എന്ന ആ സഹോദരൻ ചോദ്യം നമ്മൾ പറഞ്ഞു വിശദമായി പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? വസ്സലഫ് മുജ്മഉ അലാ ഹാദാ, അതിന് ഇജ്മാഉണ്ട്. ഏതിന്? ഇബ്നു കസീർ ആ പറഞ്ഞതിന് നമ്മൾ ഇജ്മാഉണ്ട്. ആർക്ക് തർക്കമുള്ളത്? അതല്ല ഇവിടെ വിഷയം. ഇവിടെ അതേ അല്ല വിഷയം. ഇവിടെ ഉള്ളാൽ തങ്ങൾ ജാറത്തങ്ങ് പോയിക്കാണ് സിയാറത്താണോ പ്രശ്നം? സലാം പറയാണോ പ്രശ്നം? അതോ മുറാദ് ഹാസിലാക്കണേ, രോഗം ശിഫയാക്കണേ, ആഫിയത്ത് നൽകണേ, കുട്ടിയെ തരണേ എന്ന ഏത് തേട്ടം വല്ല നിരത്തീനുമെന്നെ വിളിപ്പോർക്ക് ബൈബൂടതുത്തീരം ചെയ്യും ഞാനെന്നോവർ. അത് ഇബ്നു കസീറുണ്ടോ? ഒരിക്കലുമില്ല. അത് ഇബ്നു കസീറില്ല, ഉറപ്പല്ലേ? അതാണ് അപ്പുറം മുറിച്ചിട്ട് വസ്സലഫ് മുജ്മഉ അലാ ഹാദാ. എളുപ്പമുണ്ടല്ലോ. എന്തിനാ ഉസ്താദ് ഇതൊക്കെ? അത് ശരിയല്ലല്ലോ. ഇനി മാത്രം കുറച്ചുകൂടി മേലിന്ന് വായിച്ചാൽ അപ്പോഴും പിന്നെയും കൂടി കുറച്ചുകൂടി മേലിന്ന് വായിച്ചു നോക്കി. ഒമാൻ തബി മുസ്ലിം ഫിൽ ഖുബൂർ എന്ന ആയത്തിന്റെ തഫ്സീറാണല്ലോ എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് അതിന്റെ തഫ്സീർ ആദ്യം മുതൽ ഇങ്ങനെ വായിച്ചു സ്വസ്ഥമായി വായിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സ്വയം തോന്നും പഠിച്ചതിനെ വേണ്ടി ചെയ്യുന്നു, ചെറിയ തട്ടിപ്പ് നടത്തി പിടികൂടിയല്ലോ എന്നുണ്ടാവും. ഇനി രണ്ടാമത് റാസിയുടെ ഇബാദത്ത്. റാസിയുടെ ഇബാദത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? ഒമിയന്നാസിമൻ കാലങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പൊ റാസി മാത്രമല്ല പറഞ്ഞു, മനസ്സിലെ റാസി മാത്രമല്ല പറഞ്ഞത്, അല്ലാത്തതും പറഞ്ഞിട്ടുണ്ട്. അത് റാസി അംഗീകരിക്കുകയും ചെയ്തു. പിന്നെന്താ ഇതൊക്കെ ബാത്തിലാന്ന് ശേഷം പറയുന്നുണ്ട്. എന്താ നിങ്ങളിത് പറഞ്ഞ വിചാരിച്ചില്ല കേട്ടോ. നിങ്ങളെപ്പോലെ ഒരു നിഷ്കളങ്കത മുഖത്ത് കാണുന്ന മനുഷ്യൻ ഇങ്ങനെ പറയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പറഞ്ഞൊക്കെ റാസി കുറെ 7 വജഹ് അവിടെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞൊക്കെ ബാത്തില അറിയാം, പറഞ്ഞു നിൽക്കണ ആവശ്യമുണ്ടോ? 7 കാര്യം പറഞ്ഞൊക്കെ ബാത്തില അല്ല. വകുല്ലു ഹാദിഹിൽ വുജൂഹു ബാത്തില എന്നോർത്ത പ്രയോഗം. അല്ലാഹുവില്ലാത്ത ആരാധിക്കാൻ വേണ്ടി പറയുന്ന വ്യത്യസ്തമായ ന്യായങ്ങളാണ് 7 ന്യായം. ആ ന്യായങ്ങളൊക്കെ ബാത്തില. അതൊക്കെ പറഞ്ഞാലും അല്ലാഹുവിനെ ഇബാദത്ത് പറ്റൂല. അതാണ് പറഞ്ഞത്. എത്ര വലിയ തട്ടിപ്പ് ഞാൻ പറഞ്ഞ നിങ്ങൾ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആളല്ല എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം. ഇനി മാറ്റേണ്ടി വരും. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതിനാണോ? എനിക്ക് സംശയമുണ്ട്. വകുല്ലു ഹാദിഹിൽ വുജൂഹു ബാത്തില. എന്താ സംഭവം അറിയോ? റബ്ബൽ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹാഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഇതാണ് ആയത്ത്, സൂറ യൂനുസ് 18-ാമത്തെ ആയത്ത്. റബ്ബല്ലാത്തവരെ അവർ ആരാധിക്കുന്നു. ആരെ? ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്തവരെ അവർ ആരാധിക്കുന്നു എന്നിട്ട് പറയുന്നു ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇന്ന് റാസി റഹ്മത്തുള്ളാഹി പറയാണ്, അള്ളാഹു അല്ലാത്ത ആളുകൾ ആരാധിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ ന്യായമുണ്ട്. ചിലർ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് പറയും ഇത് മലക്കളുടെ രൂപത്തിലാണെന്ന് പറയും. ചിലർ പറയും ഇത് നക്ഷത്രങ്ങളുടെ രൂപത്തിലാണ് എന്ന് പറയും. ചിലർ പറയും ഇത് മഹാന്മാരുടെ രൂപത്തിലാണ് എന്ന് പറയും. ഇങ്ങനെ 7 ന്യായങ്ങൾ ഇമാം റാസി അവിടെ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു ന്യായമാണെന്ത്? ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു പോയത് അത് തുല്യമാണ് ഫീ ഹാദൽ സമാൻ. ഈ കാലത്ത് ചില മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. എന്താ? ബിതഅലീം ഖുബൂരിൽ അകാബിരി. ചില മഹാന്മാരുടെ ഖബറുകളിൽ പോയി ബഹുമാനിക്കുന്നു. അല ഇത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും. ആ ഖബറുകളെ ബഹുമാനിച്ചാൽ ഫഇന്ന ഉലൈകൽ അകാബിർ യകൂന ശുഫാഅലഹും ഇൻദല്ലാഹ്. ആ മഹാന്മാർ അല്ലാഹുവിന്റെ പക്കൽ നമ്മുടെ ശുപാർശക്കാരാവും എന്ന വിശ്വാസപ്രകാരം അവിടെ ബഹുമാനിക്കുന്ന ചില മനുഷ്യന്മാർ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് അവർ ചെയ്ത തുല്യമാണെന്ന് ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. പിന്നെ അടുത്ത ന്യായം പിന്നെയും പറഞ്ഞു. ഈ ന്യായങ്ങൾക്ക് കുല്ലു ഹാദിഹിൽ വുജൂഹു ബാത്തില. ഈ ന്യായങ്ങളൊക്കെ ബാത്തിലാണ്. ഈ ന്യായം കൊണ്ടൊന്നും അല്ലാഹുവിനെ ആരാധിക്കാൻ പറ്റൂല. അവിടെ സ്ഥാപിക്കണേ. അല്ല റാസി മേലെ ബാത്ത് ഞാൻ മേലെ പറഞ്ഞ ബാത്തില റാസി പറയാൻ റാസി നമ്മളെ പോലെ ആവണ്ടേ? അതല്ലല്ലോ. അതുകൊണ്ട് അത് ശരിയായില്ല. നിങ്ങൾ അറിയാതെ പറഞ്ഞതാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യൂലെന്ന് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും പോയിട്ട് സൂറ യൂനുസ് 18-ാമത്തെ ആയത്ത് തഫ്സീർ റാസി എടുത്ത് ഒന്ന് സ്വസ്ഥമായി നമ്മളൊന്ന് വായിച്ചു നോക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. പിന്നെ അദ്ദേഹം നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമായി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഉപരാർത്ഥി ചോദിച്ചത്. ആയിക്കോട്ടെ, എന്താണ്? മലക്കൾ ശുപാർശക്കാരനോട് പറഞ്ഞു. അപ്പൊ അവർ ചെയ്ത് ശിർക്കായല്ലോ. മലക്കൾ ശുപാർശക്കാരെന്ന് ഞാനും പറയുന്നു. അപ്പോൾ ശിർക്കാണോ? അല്ല, അത് ഞാനും പറയുന്നു ശുപാർശക്കാരാണ്. പക്ഷെ ആർക്കൊക്കെ കിട്ടും പറയാൻ കഴിയില്ല. ആർക്കൊക്കെ ശുപാർശ കിട്ടും അത് അല്ലാഹു തീരുമാനിക്കണം. ഖുലില്ലാഹി ശഫാഅത്തു ജമീഅ. ശഫാഅത്ത് മുഴുവനായും അല്ലാഹുവിനാണ്. ശഫാഅത്ത് ആര് ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. ആർക്ക് ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. എന്തിനു ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. എപ്പോൾ ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. ശഫാഅത്ത് പൂർണ്ണമായും അല്ലാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്.
മലക്കുകൾക്ക് ശുപാർശയുണ്ട്. പക്ഷേ സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറഞ്ഞു വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി വൽ അർദ്, എത്ര മലക്കുണ്ട് ആകാശഭൂമികളിൽ, പക്ഷേ അവിടെ ശഫാഅത്ത് ഉപകാരപ്പെടൂല. ഇല്ലാ മിൻ ബഅദി യഅ്ദനല്ലാഹു ലിമൻ യശാഉ യർദാ, അള്ളാഹു തന്നെ അനുവാദം കിട്ടിയ ശേഷമല്ലാതെ ആ ശഫാഅത്തിന് ഉപകാരമില്ല. മലക്കുകൾക്ക് ശുപാർശ ഉണ്ട്. ആ ശഫാഅത്ത് എനിക്ക് കിട്ടുമോ നിങ്ങൾക്ക് കിട്ടുമോ അല്ലാഹു അഅലം, അത് റബ്ബിന്റെ തീരുമാനമാണ്. മക്കത്തെ മുശ്രിക്കുകൾ അത് വിശ്വസിക്കാൻ മാത്രമല്ല ചെയ്തത്, വയഅ്ബുദൂന മിൻ ദൂനില്ലാ, അതാ പ്രശ്നം. റബ്ബല്ലാത്തവരെ ആരാധിക്കുന്നു. ആരെ? മലക്കുകളെ, മഹാന്മാരെ, അവരുടെ പേരിൽ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ, നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, ജിന്നുകളെ, അവരുടെ പേരിൽ സ്ഥാപിച്ച വിഗ്രഹങ്ങളെ ഒക്കെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് പറയുന്നു ഹഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ പക്കൽ നമ്മുടെ ശുപാർശക്കാരാകുന്നു. അത് നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ശിർക്ക് തന്നെയാണ്. നമ്മൾ ആര് ചെയ്താലും ശിർക്കാണ്. മലക്കൾക്ക് ശഫാഅത്തിന്റെ വിശ്വസിച്ചാൽ ശിർക്കാവൂല. അമ്പിയാന് ശഫാഅത്തുണ്ട്, ശിർക്കല്ല. മുഅ്മിനീങ്ങൾക്കെല്ലാം ശഫാഅത്തിന് അവസരം ലഭിക്കും. അവിടെ ആ വിശ്വാസം തെറ്റല്ല, ശരിയാണ്, പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ എന്ന് പറയാൻ പറ്റോ? ഇല്ല. ശഫാഅത അബ്ദന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വാഹിദന ഇൻ ദഅയ സയ്യിദി ഖൈറൻ നബി, അത് പറയാൻ പറ്റില്ല. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അത് തെറ്റായ തെറ്റമാണ്, ശിർക്കാണ്. അത് നബിയുള്ള ഇസ്തിഗാസയാണ്. എന്നാൽ അള്ളാഹുവെ നബിയുടെ ശുപാർശ എനിക്ക് നൽകണേ എന്ന് അള്ളാഹിനോട് പറയാം, അതിന് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഏതായിരുന്നാലും ശരി, ശുപാർശയുണ്ടെന്ന് വിശ്വസിക്കലല്ല, എന്നാൽ ആ ശുപാർശ അവരോട് തേടുക. ശുപാർശയുണ്ട് എന്നതുകൊണ്ട് മാത്രം അവരോട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അപരാധികളും പറയുക, രോഗം ശിഫയാവാൻ, മുറാദ് ഹാസിലാവാൻ, ആഫിയത്ത് കിട്ടാൻ, ഹിദായത്ത് കിട്ടാൻ ഒക്കെ അവർ തേടുന്നുവെങ്കിൽ അത് നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും മക്ക മുശ്രിക്കുകൾ ചെയ്ത പണി തന്നെയാണ്. അത് ശിർക്കായ കാര്യം തന്നെയാണ്. അത് അള്ളാഹ് അനുവദിച്ചതല്ല. നബി തങ്ങൾ പറഞ്ഞു, ഇലാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം അർത്ഥിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് സഹായം അർത്ഥിക്കുക. ഇതാണ് അടിസ്ഥാനം. ഓക്കെ. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഈ മറുപടിയിൽ സുന്നികളുടെ രണ്ട് വാദം ഫൈസൽ മൗലവി അംഗീകരിച്ചു. അല്ലാഹു അക്ബർ. അതായത് മരിച്ചവരുടെ ഖബറിന്റെ അടുത്ത് പോയി വിളിച്ചാൽ അതവര് കേൾക്കും. അതല്ല ഇബ്നു കസീറിൽ അതല്ലേ പറഞ്ഞത്? വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, എന്തിനെ കുറിച്ചാ പറഞ്ഞത്? വീണ്ടും പോണ്ടല്ലോ നിങ്ങൾ. അല്ലല്ല, വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, അവിടെ പോയി വിളിച്ചാൽ കേൾക്കുന്നതാണോ? അതിനർത്ഥം പറയാം. മരണപ്പെട്ടവർ കേൾക്കും. നിങ്ങൾ പറഞ്ഞത് അവിടെ വിളിച്ചാൽ കേൾക്കുന്നത് എന്ന് നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ പറഞ്ഞു നമ്മളും അംഗീകരിക്കുന്നുണ്ട്. ഇബ്നു കസീർ അഹ്മദ് ഏതിലാണോ ഇജ്മാ ഉണ്ട് പറഞ്ഞത് അത് നമ്മൾ അംഗീകരിക്കുന്നു. മരണപ്പെട്ടവർ അവരുടെ ഖബറാളികളുടെ അടുത്ത് പോയി സലാം പറയുന്നതും അതവർക്ക്, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ എന്താ, ഈ സദസ്സിൽ ഞാൻ ഈ പറയുന്ന വാക്കെങ്ങാനും മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇവിടെ ഖബറുണ്ട്, അല്ല നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ഖബറുണ്ട്. ഞാൻ ഈ പറയുന്ന, ഞങ്ങൾ ഈ സംസാരിക്കുന്ന ഈ ഖബറാളികൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുശ്രിക്കാണോ? ഇബ്നു കസീർ പറയുന്നു വേറെയാണ്. കുറിച്ചാ പറഞ്ഞത്? അതാ സിയാറത്തിൽ പോണ കാര്യമാണ്, സലാം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ മുഖാമത്ത് തട്ടിപ്പടുത്തുന്ന അതാ പറയുന്നത്. സലാം പറയുന്നത് മാത്രം കേൾക്കുന്നു. അല്ല, അതൊന്നല്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്ത് കേൾക്കുന്ന? എന്ത് കേൾക്കുന്ന പറഞ്ഞിട്ടുള്ളത്? നിങ്ങളിത് എന്തിനാ ഇബാദത്ത് കൊടുന്നത്? ആ ഇബാദത്ത് കൊണ്ടുവന്ന് എന്തിനാണ്? ഇവിടെ ഖബറുണ്ട്, അവിടെ സിയാറത്തിന് പോയാൽ ആ ഖബറാളെ അറിയോ ഇല്ല ചർച്ചക്കാണോ? ആ ചർച്ചയാണെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. ഇവിടെ വിഷയം എന്താണ്? ദർഗകൾ അഭയ കേന്ദ്രങ്ങളോ? ഇവിടുത്തെ വിഷയാവതരണം മുതൽ ഇതുവരെ നമ്മൾ പറഞ്ഞെന്താണ്? ഖബറിനെ പോയി ഖബറാളി തേടിയാൽ ആ ഖബറാളി കേൾക്കൂല, ഉത്തരം ചെയ്യൂല, അത് കഴിയില്ല, അതുകൊണ്ട് പോകാൻ പറ്റൂല. ഇതല്ലേ സ്ഥാപിക്കുന്നത്. അത് പൊളിക്കാൻ വേണ്ടി എന്ന മട്ടിലാണല്ലോ ഇബ്നു കസീർ കൊടുത്തത്. എന്നിട്ട് ആ കഷ്ടം മാത്രം വായിച്ചു. സലഫുകൾ ഇതിൽ ഇജ്മാ ഉണ്ട്, ഇത് മാത്രം വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് മേലെന്ന് വായിക്കും, കുറച്ച് അപ്പുറത്തുനിന്ന് വായിക്കി. ഞാൻ പ്രത്യേകം പറഞ്ഞു, മുറാദ് ഹാസിലാക്കാനോ ആഫിയത്ത് നൽകാനോ ഹിദായത്ത് കിട്ടാനോ ഒക്കെ അവിടെ പോയി തേടിയാൽ കേൾക്കുമെന്ന് ഇബ്നു കസീറിലുണ്ടോ? ഇല്ല. നിങ്ങൾ മേലെന്ന് വായിച്ചു, അപ്പൊ അത് കിട്ടിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? സലാം പറഞ്ഞാൽ ആ സലാം അവർ കേൾക്കുമോ? സിയാറത്ത് ചെയ്താൽ അറിയുമോ? ഇതേ അവിടെ ചർച്ചയുള്ളൂ. അല്ലാതെ നിങ്ങൾ വിളിക്കുന്ന ഈ മുഖാമത്ത് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അത് ഉള്ളാത്ത നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളുടെ വിശ്വാസം, അത് ഇബ്നു കസീറിലുണ്ടോ? നമ്മുടെ നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളുടെ വിശ്വാസം, അത് ഇബ്നു കസീറിലുണ്ടോ? ലോകത്തിടക്കുന്ന എല്ലാ സംസാരവും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാനാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ എന്ന വിശ്വാസം നിങ്ങൾക്കുള്ളത്, അത് ഇബ്നു കസീറിലുണ്ടോ? വല്ലാ നിരത്തിയിലും എന്നെ വിളിപ്പോർക്ക് വായ്പുണർത്തിലും ചെയ്യും ഞാൻ എന്നോവർ എന്നല്ല നിങ്ങളുടെ വിശ്വാസം, അത് ഇബ്നു കസീറിലുണ്ടോ? ഇല്ല. അപ്പൊ ഇബ്നു കസീർ റഹിമഹുല്ലാ വസ്സലഫു മുജ്മിഊന അലാ ഹാദാ എന്ന് പറഞ്ഞ ഏതാണോ അതല്ല തർക്ക വിഷയം, അതല്ല തർക്ക വിഷയം. മറ്റത് ഇബ്നു കസീർ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്കൊരു പൂതി ഉണ്ടാവും ഇബ്നു കസീർ അങ്ങനെ ഈ വാർത്ത കിട്ടണമെന്ന്, അത് കിട്ടൂല.
കാരണം ഇബ്നു കസീർ റഹിമഹുള്ള കുറച്ച് കാലമാണെങ്കിലും ഇബ്നു തൈമിയ്യ റഹിമഹുള്ളൊപ്പം സഹവസിച്ചിട്ടുണ്ട്. അതിൻ്റെ നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സംഗതി ഇബ്നു കസീർ ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ധരിച്ചതായിരിക്കാം. റാസ് ഏതാ നിങ്ങൾ പറഞ്ഞ വകുല്ലു ഹാദിൽ വുജൂഹു ബാത്തില എന്ന് പറഞ്ഞ ഏതായിരുന്നാലും ബാത്തിലായി എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ മറ്റൊരു ഉസ്താദ് കുറേ സമയം കാത്തിക്കുന്നുണ്ട്, അദ്ദേഹം ചോദിച്ചോട്ടെ. മലക്കളെ ഒന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ മലക്കുകളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്ന എന്ത് ഔലായി ശുഫാന ഇൻദല്ലാഹ്, മുസ്ലിമീങ്ങളുടെ വിശ്വാസം ശിർക്കല്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു. മക്ക മുശ്രിക്കുകളുടെ ഔലായി ശുഫാന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് ശിർക്കാണ്. മുസ്ലിമീങ്ങൾ പറയുന്ന എന്തല്ല ശിർക്കല്ല, അതും നിങ്ങൾ സമ്മതിച്ചു. അതാ ഞാൻ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ മറുപടി 2 കിട്ടി. ഞങ്ങൾ വിശ്വസിക്കുന്ന എന്തല്ല ശിർക്കല്ല. ഇനി മക്ക മുശ്രിക്കുകളുടെ ശിർക്കായത് എന്തുകൊണ്ടാ? അതേ ഇമാം റാസി റളിയല്ലാഹുവിനെ തന്നെ പിന്നെ ഇന്നൽ ഖൗമ കാനു യഖൂലൂന ഫിൽ അസ്നാം, മക്ക മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളുടെ വിശ്വാസം എന്താണ്? ഇന്നഹാ ശുഫാഅന ഇൻദല്ലാഹ്, ഇപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. വകാനു യഖൂലൂന ഇന്നഹാ തശ്ഫഉ ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഇദ്നില്ലാതെ ശഫാഅത്ത് ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവരുടെ വിശ്വാസം ശിർക്കായത്. നമ്മളുടെ വിശ്വാസം ശിർക്കല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയുള്ള ശഫായത്താണ്. രണ്ടും രണ്ടാണ്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു അവരങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ആരുണ്ടോ അള്ളാഹുവിനോട് ശഫായത്ത് ചെയ്യാൻ എന്ന് അള്ളാഹു താക്കീത് ചെയ്യാൻ കാരണം അവർക്ക് ഇങ്ങനെ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു ഫഹാദാ യദുല്ലു, ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് അലാ അന്നൽ ഖൗമ യതഖദു, മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു അന്നഹു യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാമി ഫീ തിൽക ശഫാഅ, ആ ബിംബങ്ങൾ ശഫായത്ത് ചെയ്താൽ അല്ലെങ്കിൽ ആ മലക്കുകൾ ശഫായത്ത് ചെയ്താൽ അത് അള്ളാഹുവിനെ അംഗീകരിക്കൽ നിർബന്ധമായ ബാധ്യതയായിരുന്നു എന്നായിരുന്നു മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ആ അവരുടെ വിശ്വാസത്തെ അള്ളാഹു തആല പൊളിക്കുകയാണ് ചെയ്യുന്നത്. فإنه تعالى تلك الشفاعة بقوله ما للظالمين من حميم ولا شفيع يطاع, അള്ളാഹുവിനെ വഴിപ്പെടപ്പെടുന്ന ഒരു ശുപാർശകനും ഇല്ല എന്ന ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് അവരുടെ ഈ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സുന്നികൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചാൽ അൽഹംദുലില്ലാഹ് 2 സമ്മതം. പിന്നെ ഒന്നും കൂടി പറയാണ്ട് വൈലത്തൂര് തങ്ങൾ അവിടെ സുജൂദ് ചെയ്തതല്ല, ഖബറിലെ തുണി പിടിച്ച് മുത്തുകയാണ് ചെയ്തത്. അത് സുജൂദ് എന്ന് തെറ്റിദ്ധരിപ്പിക്കൽ നിങ്ങൾ വലിയൊരു കളവാണ് ചെയ്യുന്നത്. സുജൂദ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം, അത് സുജൂദല്ല, അത് ഖബറിനെ പിടിച്ച് മുത്തിയതാണ്. അത് നമുക്ക് പിന്നെ നിങ്ങൾ അവസരം തരുമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇതാക്കാം. അപ്പൊ ഈ വിഷയം വിടരുത്. മലക്കുകളുടെ മലക്കുകളെ കുറിച്ച് മുസ്ലിമുകളുടെ വിശ്വാസവും സുന്നികളുടെ വിശ്വാസവും മക്ക മുശ്രിക്കുകളുടെ വിശ്വാസവും രണ്ടും രണ്ട് രീതിയിലാണെന്നുള്ളത് വളരെ വ്യക്തമായി അത് നിങ്ങൾ അംഗീകരിച്ചതിന് നന്ദി. അൽഹംദുലില്ലാഹ്. സമ്മതിക്കണ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്ക മുശ്രിക്ക് അള്ളാഹിനെ പറ്റി വിശ്വാസം പേച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ പറ്റി പഴിവുണ്ട്, മലക്കുകളെ പറ്റി പഴിവുണ്ട്, ജിന്നുകളെ പറ്റി പഴിവുണ്ട് ഒക്കെ പറഞ്ഞില്ലേ. നിങ്ങളപ്പോൾ മൊബൈൽ നോക്കിയിരുന്നു, നിങ്ങളപ്പോൾ മൊബൈൽ നോക്കി. ഞാൻ തന്നെ പറഞ്ഞു ഇനി സമയം കാണേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഏതെന്ന് അൽഹംദുലില്ലാഹ് നിങ്ങൾ ശരിയായ അഹ്ലുസുന്നത്തിലേക്ക് മടങ്ങാൻ പരിശ്രമിക്കുക, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കെല്ലാം ഹിദായത്ത് നൽകട്ടെ, ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ഒരു മിനിറ്റ്. ആ വൈലത്തൂർ തങ്ങളെ സംബന്ധിച്ച് പിന്നെ മുത്താനാണെങ്കിൽ നിന്നുകൊണ്ട് മുത്താലോ, ഇതിന് ഇടങ്ങാറായി കുമ്പിടേണ്ട ആവശ്യം. ബാക്കിയുള്ളവർ നിന്നിട്ട് മുത്താണ്. പിന്നെ ഇടങ്ങാറായി ഈ വയസ്സായ കാലത്ത് പിന്നെ മുട്ട് കുത്തിയിട്ട് മുത്തേണ്ട ആവശ്യമില്ലല്ലോ. മുത്താനാണെങ്കിൽ നിന്നുകൊണ്ട് അവിടെ മുത്ത. അപ്പോൾ അങ്ങനൊന്നും മുസ്ലിങ്ങൾ വ്യാഖ്യാനിച്ച് രക്ഷപ്പെടണ്ട. പിന്നെ ഈ ആയത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം പറഞ്ഞ് ഏതായത്തിൻ്റെ വിഷയത്തിലാണ്? ഫഇന്നക ലാ തുസ്മിഉൽ മൗത, നിങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല. മരിച്ച ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തുസ്മിഉ സുമ്മ ദുആ, അതുപോലെ തന്നെ കേൾവിയില്ലാത്ത ആളുകളെ പ്രാർത്ഥന കേൾപ്പിക്കാൻ അവർക്ക് കഴിയുകയില്ല. ഇതാ വല്ലോ മുദ്ബിരിൻ. എന്നിട്ട് യൂസുഫ് മുസ്ലിയാർ വായിച്ചതിന് തൊട്ട് മുകളിൽ ഞാൻ വായിച്ചു തരട്ടെ. വസ്സഹീഹു ഇൻദൽ ഉലമാ, പണ്ഡിതന്മാരുടെ അടുക്കൽ സഹീഹായി പറഞ്ഞിട്ടുള്ളത്. അതായത് വഖാല ഖത്തദ അഹ്യാഹുമുല്ലാഹു, അതായത് ഈ ഖലീബിന്റെ സംഭവം അവിടെ വിശദീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞ് ആ ബദറിൽ മുശ്രിക്കീങ്ങളായ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിന്നെ മുശ്രിക്കീങ്ങളായ ആളുകളെ ആ ഖലീബിലിട്ടു, ഒരു പിന്നെ എന്താ പറയുക കിണറ്റിലിട്ടു. എന്നിട്ട് ആ കിണറ്റിലിട്ട ആ സംഭവം വിശദീകരിക്കുമ്പോഴാണ് ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ അഹ്യാഹുമുല്ലാഹു ലഹു ഹത്താ സമിഉ മഖാലതുഹു തഖരീഅൻ വതൗബീഖൻ വനഖമ. അപ്പൊ ആ ഖബർ പിന്നെ മരിച്ചുപോയ മുശ്രിക്കുകളായ ആളുകൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു. അതാണ് സംഭവം വിശദീകരിച്ചു വരുന്നത്.
അപ്പോൾ അത് മക്കത്തെ മുശ്രിക്കുകളായ ആളുകൾ മുശ്രിക്കിന്റെ പ്രവാചകൻ സംസാരിച്ചല്ലോ, ആ സംസാരിച്ചപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവൻ കൊടുത്തു. എന്നാൽ വസ്സഹീഹു ഇൻദൽ ഉലമാ റിവായത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ലിമാ ലഹാ മിന അശ്ശവാഹിദ് അലാ സിഹ്ഹതിഹാ മിൻ വുജൂഹിൻ കസീറ മിൻ അശ്ഹരി ദാലിക മാ റവാഹു ഇബ്നു അബ്ദുൽ ബർ മുസഹഹിഹൻ ലഹു അൻ ഇബ്നു അബ്ബാസ് മർഫൂഅൻ മാ മിൻ അഹദിൻ യമുറു ബിഖബ്രി അഖീഹിൽ മുസ്ലിം കാന യഅരിഫുഹു ഫിദ് ദുനിയാ, ദുനിയാവിൽ തനിക്ക് പരിചയമുള്ള ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ അടുത്തിലൂടെ പോകുമ്പോൾ ഫയസല്ലിമു അലൈഹി, ആ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിൽ കിടക്കുന്ന വിശ്വാസിയുടെ റൂഹിനെ തിരിച്ചു കൊടുക്കുകയും യർദു അലൈഹി സലാം, എന്നിട്ട് ആ റൂഹ് അത് പിന്നെ ആ സലാമിന് മറുപടി പറയുകയും ചെയ്യും എന്ന് ഒരു ഹദീസ് കൊടുത്തതിന് ശേഷം പറയാണ് വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അന്നൽ മയ്യിത യസ്മു ഖർഅൻ ആലിൽ മുശയ്യഈന ലഹു, തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ തനിക്ക് തന്നെ സന്ദർശിക്കാനല്ല തന്റെ പിന്നെ സംസ്കാരത്തിന് വേണ്ടി വരുന്ന ആളുകളെ ഖർഉൻ നിആൽ അഥവാ ചെരുപ്പിന്റെ ശബ്ദം അത് ഇദൻ സർഫു അൻഹു, അത് അവരുടെ പ്രവർത്തനം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ കേൾക്കും. മാത്രമല്ല വഖദ് ശർഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ശർആക്കിയിട്ടുണ്ട് ലിഉമ്മത്തു ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് സലാം പറയാൻ വേണ്ടി ഈ ഉമ്മത്തിന് പിന്നെ ഒരു മതനിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അയുസല്ലിമു അലൈഹിം സലാമ മൻ യുഖാതിബൂനഹു ഫയഖൂൽ മുസ്ലിം അസ്സലാമു അലൈക്കും ദാറ ഖൗമു മുഅ്മിനീൻ, എന്നിട്ടാണ് പറഞ്ഞത് ഇത് വഹാദാ ഖിതാബുൽ യസ്മഉ വയഖിൽ, ഇത് കേൾക്കുന്ന ആളുകൾക്കുള്ള ഖിതാബാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, ഇതിൽ സലഫുകൾക്ക് എതിരഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഇതിലെവിടെയാണ് സഹോദര മരിച്ചുപോയ ആളുകൾ എല്ലാം കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും? നിങ്ങൾ എന്തിനാണ് ഈ മരിച്ച ആളുകൾ കേൾക്കുന്നു പറയുന്നത്? ഇപ്പൊ ഉള്ളാൾ തങ്ങളുടെ അടുക്കൽ മദനിന്റെ അടുക്കൽ പോയി അസ്സലാമു അലൈക്കും യാ സയ്യിദ് മദനി, അപ്പൊ ഇത് സയ്യിദ് മദനി കേട്ടോ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടോ, ഇതിനാണോ നിങ്ങൾ മരിച്ചവർ കേൾക്കുമെന്ന് പറയുന്നത്? അല്ലല്ലോ സഹോദരന്മാര്. മദനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സലാം പറഞ്ഞതുപോലെ മരിച്ചപ്പോൾ ഞാൻ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന്, എന്റെ സലാം മദനി കേട്ടു എന്ന് വിശ്വസിക്കാനാണോ? അല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ വളഞ്ഞ വഴി പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്? ആ മരിച്ച മയ്യത്തിന്റെ അടുക്കൽ നിങ്ങളുടെ ഹവാജികളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അവിടെ ചെന്ന് ആവലാതി പറഞ്ഞാലും അത് കേൾക്കും, അത് കേട്ടതിന് ഉത്തരം ചെയ്യുമെന്ന് പറയാനല്ലേ? അതിന് നിങ്ങൾ ഇബ്നു കസീർ തെളിവാക്കരുത്. അത് ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല വഖദ് തവാത്തറത്തിൽ ആസാറു അൻഹും ബിഅന്ന അൽ-മയ്യിത യഅരിഫു സിയാറത്തുൽ ഹയ്യ ലഹു വയസ്തബിശിറു ഫറബ ഇബ്നു അബി ദുനിയ ഫീ കിതാബിൽ ഖുബൂർ അൻ ആയിഷ ഖാലത്, എന്നിട്ട് അതിന് തെളിവ് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ വാചകത്തിന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ വാചകമായി പറഞ്ഞല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ റജുലിൻ യസൂറു ഖബ്റ അഖീഹി വയജ്ലിസു ഇൻദഹു ഇല്ല ഇസ്തഅനസ ബിഹി വറദ്ദ അലൈഹി ഹത്താ യഖൂമ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പക്ഷേ ആ ഹദീസ് ദുർബലമാണ്. കാരണം ആ ഹദീസിന്റെ സനദിൽ അബ്ദുല്ലാഹ് ഇബ്നു സമആൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആ അബ്ദുല്ലാഹ് ഇബ്നു സമആനെ പറ്റി ഇമാം ദഹബി പറഞ്ഞു തറക്കൂഹു, അദ്ദേഹത്തെ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹുദ്ദച്ചെടുക്കാൻ പറ്റിയ ആളല്ല. ഈ ഹദീസ് ഒരു ദുർബലമായ ഹദീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്ന് ഒരു ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞാൽ എന്താവശ്യം പറഞ്ഞാലും ഇതിനാണല്ലോ സയ്യിദ് മദനിന്റെ അടുക്കൽ പോയി പറയുന്നത്. ഞാൻ ഇവിടെ നേരത്തെ വായിച്ച കിതാബുള്ളല്ലോ, രോഗമുണ്ടെങ്കിൽ രോഗം മാറും, അതുപോലെ തന്നെ പ്രയാസമുണ്ടെങ്കിൽ പ്രയാസം മാറും, കുട്ടികളില്ലെങ്കിൽ കുട്ടികളെ കിട്ടും. ഇത് ഇബ്നു കസീർ എന്നല്ല, ലോകത്തിന്റെ ഒരു അഹ്ലുസ് സുന്നിയുടെ കിതാബിലും ഇല്ല. ശിയാക്കളെ കിതാബിലുണ്ട്. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. വിശ്വാസരംഗത്ത് ശിയാക്കളും സുന്നികളും ഒരുപോലെയാണ്. പൊന്നു സഹോദരന്മാരെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട യൂസുഫ് ഹുസ്ലാരെ, നിങ്ങൾ ഈ വിഷയം കൃത്യമായി പഠിക്കണം. ലോകത്ത് ഏതെങ്കിലും ഒരു അഹ്ലുസ് സുന്നയുടെ കിതാബ് നിങ്ങൾ കാണിച്ചേരി, ഒരു ഖബറിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ, എന്ത് പ്രയാസം ചോദിച്ചാലും എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും അതൊക്കെ നിവർത്തിച്ചു തരാൻ ആ ഖബറാളിക്ക് സാധിക്കുമെന്നതിന് ഒരു രേഖ വേണ്ട, ഒരു ഹദീസിന്റെ കഷ്ണം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും വായിച്ച് കോട്ടിമാട്ടും. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് രേഖയില്ല. ഇത് അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു അല്ലാത്തവർ ആരെ വിളിച്ചാലും ലാ ബുർഹാന ലഹു ബിഹി, അവനത് തെളിവില്ലാന്ന് അല്ലാഹു പറഞ്ഞാൽ പിന്നെ അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ നമ്മളായിട്ടില്ലല്ലോ. തെളിവില്ലെന്നുള്ള പറഞ്ഞാൽ അത് തെളിവില്ല, ഇലാ യൗമിൽ ഖിയാമ തെളിവില്ല. അത് അഹ്ലുസ് സുന്നയുടെ കിതാബിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ ഉണ്ടാകും ശിയാക്കളുടെ കിതാബിൽ, ഖുമൈനിന്റെ കിതാബിൽ ഉണ്ടാവും, അതുപോലെ തൂസിയുടെ കിതാബിൽ ഉണ്ടാവും, വേറെ ശിയാക്കളുടെ പണ്ഡിതന്മാരുടെ കിതാബിൽ ഉണ്ടാവും. അത് അഹ്ലുസ് സുന്നക്ക് തെളിവല്ലെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ വാദത്തിന് ഇബ്നു കസീറിന്റെ എന്നല്ല, ഒരു അഹ്ലുസ് സുന്നയുടെ തഫ്സീറിലും നിങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ സാധിക്കുകയില്ല.